നമസ്കാരം. വൈറ്റില കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസികൾ. ചിങ്ങവനം സ്വദേശി സുധാ ബേബിയുടെ കൊലപാതകം ആസൂത്രിതമല്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വാക്കുതർക്കത്തിനിടയിലുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പിടിയിലായ പ്രതി പൊന്നുരുണി സ്വദേശി ഷാജി മൊഴി നൽകിയത്. അതിക്രൂരമായ മർദ്ദനമേറ്റാണ് യുവതി കൊല്ലപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തിയോടെ പെരുമാറുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്ന യുവതിയെ കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ട് ആത്മഹത്യയെ ചിത്രീകരിക്കാൻ പ്രതി ശ്രമിച്ചത് ആസൂത്രിത നീക്കമല്ല എന്നാണ് വിവരം. കേസിൽ പ്രതിയായ ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരൻ ഷാജിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഷാജിയും സുധയും ഏറെ നാളായി സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. വാക്കുതർക്കത്തിനിടെ പ്രതി സുധയുടെ മുഖത്തും കണ്ണിലും പലതവണ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ഇതിനിടെ കരിങ്കല്ലിൽ തലയിടിച്ച് രക്തം വരാൻ തുടങ്ങി. സുധ കരയാൻ തുടങ്ങിയതോടെ പ്രതി അവരുടെ വാ പൊത്തിപ്പിടിച്ചു. തുടർന്ന് സുധ അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഒടുവിൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ മൃതദേഹം ട്രാക്കിൽ ഉപേക്ഷിച്ച് ഷാജി കാറുമായി സ്ഥലം വിട്ടു. സംഭവം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഏതാനും യുവാക്കൾ ഇരുന്നിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നുരുണി സ്വദേശി ഷാജി ഹൈക്കോടതി ജീവനക്കാരനായിരിക്കെയാണ് സഹപ്രവർത്തകയായ സുധയുടെ അമ്മ വഴി സുധയോട് ബന്ധം സ്ഥാപിച്ചത്. അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. വിവാഹമോചിതയായ സുധയും ഷാജിയും തമ്മിൽ ഇതിനിടയിൽ അടുപ്പത്തിലായി. അമ്മയ്ക്കൊപ്പം പൂത്തോട്ടയിലാണ് സുധ താമസിച്ചിരുന്നത്. ഷാജിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതോടെ കുടുംബത്തെ വിവരം അറിയിക്കുമെന്നും കുടുംബം തകർക്കുമെന്നും സുധ ഷാജിയോട് അറിയിച്ചു. ഈ ഭീഷണിയാണ് ഒടുവിൽ സുധയുടെ ജീവനെടുക്കാൻ കാരണമായത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായിട്ടാണ് ഷാജി സുധയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്നിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇരുവരും റെയിൽവേ ട്രാക്കിനടുത്തേക്ക് എത്തിയത്. ഇവിടെ ഇരുവരും മുൻപ് വന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സംസാരത്തിനിടെ സുധ പ്രകോപിതയായി. വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെ ഷാജി സുധയുടെ മുഖത്ത് ആഞ്ഞിടിക്കുകയായിരുന്നു. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചു. ഇടയ്ക്കിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്ന സുധയുടെ മരണം ആത്മഹത്യയാക്കി തീർക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുധയുടെ ശരീരം റെയിൽവേ ട്രാക്കിൽ തള്ളിയത്. എന്നാൽ അത് ട്രെയിൻ പോകുന്ന ട്രാക്ക് ആയിരുന്നില്ല. ഇതിനിടെ പലതവണ സുധയുടെ സഹോദരി ഷാജിയുടെ ഫോണിൽ വിളിച്ചിരുന്നു. സുധ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയെന്നാണ് ഷാജി അവർക്ക് മറുപടി നൽകിയത്. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണതല്ലെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവം കൊലപാതകമാണെന്നും സമീപത്തായി രക്തക്കറ കണ്ടെത്തിയെന്നും പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. യുവതിയും ഷാജിയും ഒന്നിച്ച് നടന്നു പോകുന്നതും പിന്നീട് ഷാജി ഒറ്റയ്ക്ക് നടന്നു വരുന്നതും പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഇയാളുടെ ശരീരത്തിലുണ്ടായ രക്തക്കറയും സംശയം വർദ്ധിപ്പിച്ചു. മൃതദേഹത്തിനരികിൽ കിടന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മരിച്ച യുവതിയെ പോലീസ് തിരിച്ചറിയുന്നത്. ചൊവ്വാഴ്ച വെളുപ്പിന് ഇതുവഴി കടന്നുപോയ അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ തന്നെ അവർ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ മരട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മരണം ട്രെയിൻ തട്ടിയല്ല സംഭവിച്ചതെന്ന് വ്യക്തമായതും മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടുന്നതും. സുധയുടെ മരണം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുന്നതിനായിട്ടാണ് റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചത്. എന്നാൽ ട്രെയിൻ ഈ ട്രാക്കിലൂടെ പോകാത്തതാണ് ഷാജിയുടെ പദ്ധതി പൊളിച്ചത്. ഇതും കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പോലീസിനെ സഹായിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം ഷാജിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. ഷാജിയുടെ രക്തം പുരണ്ട ഷർട്ടും പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെത്തി. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ കാക്കനാട് ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷാജി. സുധാ ബേബിയുടെ മരണകാരണം തലക്കേറ്റ ക്ഷതവും രക്തം വാർന്നതുമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൊലപാതകത്തിന് മുമ്പ് യുവതിയും പ്രതിയും തമ്മിൽ മൽപ്പിടുത്തം നടന്നുവെന്നും ശരീരത്തിൽ നിരവധി മുറികൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തലക്കേറ്റ ക്ഷതത്തിന് പിന്നാലെ അമിതമായി രക്തം വാർന്നതാണ് മരണത്തിന് കാരണമായത്. മുഖത്ത് മാത്രം കാര്യമായ പരിക്കുകളുള്ളത് പ്രതിയുടെ പകയുടെ തീവ്രതയും വ്യക്തമാക്കുന്നു. മരട് പോലീസ് കാക്കനാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്.